ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. വേലും മയിലും സേവലും തുണൈ. ശ്രീ മുരുകാ സഹായം. നാം കന്ദഷഷ്ടി കവചം അർത്ഥമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വരികളോടെ 64 വരികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് വീണ്ടും 64 മുതൽ തുടങ്ങിയിട്ട് 76 വരികൾ വരെ നമുക്ക് ഇന്ന് അർത്ഥത്തോടു കൂടി നോക്കാം. ഭഗവത് കാര്യമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റുകളൊന്നും വരാതിരിക്കാൻ ഭഗവാനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. തെറ്റുകൾ വന്നാൽ ഭഗവാൻ പൊറുക്കണമെന്നും ഭഗവാനോട് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയോട് കൂടിയിട്ട് ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. നമുക്ക് തുടങ്ങാം. ആദ്യം വരികൾ നോക്കാം. ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് പറയാനോ കേൾക്കാനോ ഒക്കെ പറ്റുകയുള്ളൂ. പന്നിരുവിഴിയാൽ ബാലനെ കാക്ക്, അടിയേൻ വദനം അഴകുവേൽ കാക്ക്, പൊടിപുனை நெற்றியே புனிதவேல் காக்க, கதிர்வேல் இரண்டும் கண்ணினை காக்க, விதி செவி இரண்டும் வேலவர் காக்க, நாசிகள் இரண்டும் நல்வேல் காக்க, பேசிய வாய்தனை பெருவேல் காக்க, முப்பத்திருபல் முனைவேல் காக்க, செப்பிய நாவை செவ்வேல் காக்க, கன்னம் இரண்டும் கதிர்வேல் காக்க, எண்ணிளங்கழுத்தை இனியவேல் காக்க, மார்பை இரத்தின வடிவேல் காக்க, சேരിള മുലൈമാർ തിരുവേൽ കാക്ക. ഈ വരികളിൽ ബാലൻ ദേവരായ സ്വാമികള് നമ്മുടെ തിരുമുഖം മുതൽ മാറിടം വരെ ഉള്ള ഓരോരോ അവയവങ്ങളെയും ഭഗവാനോട് രക്ഷിക്കണം എന്ന് പറയണ്. എന്താണ് വന്ന് രക്ഷിക്കേണ്ടത്? ഭഗവാന്റെ വേലാണ് വന്ന് രക്ഷിക്കേണ്ടത്. ഭഗവാന്റെ കയ്യിൽ എത്ര വേലുണ്ട്? ഒരു വേലുണ്ട്. പക്ഷെ ആ വേല് ഓരോരോ അവയവങ്ങളെയും രക്ഷിക്കുമ്പോൾ ഓരോരോ രൂപത്തിൽ വരണം. അതിനെ ഓരോരോ വാക്കുകൾ കൊണ്ട് ആ വേലിനെ വിശേഷിപ്പിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. 64 വരി കഴിഞ്ഞ വീഡിയോയിൽ നാം നോക്കിക്കഴിഞ്ഞതാണ്. അപ്പൊ 65 മുതൽ തുടങ്ങാം. അടിയേൻ വദനം അഴകുവേൽ കാക്ക്. വദനം എന്ന് പറഞ്ഞാൽ മുഖം, അഴക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗി. നമ്മുടെയൊക്കെ മുഖം വളരെ ഭംഗിയായി ഇരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ബാലൻ ദേവരായ സ്വാമികൾ പറയേണ്, അടിയേൻ വദനം, എൻ്റെ. നമ്മളൊക്കെ ഭഗവാന്റെ അടിമകളാണല്ലോ. അപ്പൊ ആ രീതിക്ക് ഭഗവാന്റെ അടുത്ത് വളരെ ഭവ്യതയോടുകൂടെ നിന്നിട്ട് പറയേണ്, അടിയേൻ വദനം, എൻ്റെ മുഖം. ഭഗവാൻ ശ്രീ മുരുകന്റെ കയ്യിലുള്ള അഴകാർന്ന വേലെ വന്ന് കാത്തുരക്ഷിക്കണം എന്ന്. പൊടിപുனை നെற்றியை പുനിതവേൽ കാക്ക്. പൊടി എന്നിവിടെ പറയുന്നത് ഭസ്മമാണ്. ഭസ്മം വളരെ പുനിതമായതാണ്. അപ്പൊ പൊടിപുனை നെറ്റി, ഈ ഭസ്മം പൂശിയിരിക്കുന്ന എൻ്റെ നെറ്റി ഉണ്ടല്ലോ, അതിനെ പുനിതമായ നിന്റെ വേല് വന്ന് കാത്തുരക്ഷിക്കണം. കതിർവേൽ ഇരണ്ട് കണ്ണിനെ കാക്ക്. കതിർ എന്ന് പറഞ്ഞാല് രശ്മി എന്നാണ് അർത്ഥം. അപ്പോ ഭഗവാന്റെ വേലിൽ നിന്ന് ഇങ്ങനെ പ്രകാശം രശ്മികളായിട്ട് ഇങ്ങനെ ജ്വലിച്ചോണ്ടിരിക്കുകയാണ്. ആ രശ്മികള് എൻ്റെ കണ്ണിനെ കാത്തുരക്ഷിക്കണം. കണ്ണിണൈ, 2 കണ്ണുകളെയും കാത്തുരക്ഷിക്കണം. നമ്മുടെ കണ്ണ് പ്രവർത്തനക്ഷമമായിരിക്കണമെങ്കിൽ, അതായത് നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്താ പറയാ? കണ്ണിന് വെളിച്ചം വേണം എന്ന്. പുറമേ ഉള്ള വെളിച്ചത്തിനല്ല പറയണത്, നമ്മുടെ കാഴ്ച ശക്തിയാണ് നമ്മള് കണ്ണിന്റെ വെളിച്ചം എന്ന് പറയണത്. കാഴ്ച ശക്തി ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇത്തിരി മങ്ങിയിട്ടാണ് കാണുന്നതെങ്കിലോ കണ്ണിന് വെളിച്ചം പോരാ. പുറമേ എത്ര വെളിച്ചം വിട്ടാലും കാഴ്ച കുറവായിരിക്കും. അപ്പൊ പറയും കണ്ണിന്റെ വെളിച്ചം പോരാന്ന്. ഇപ്പോ കണ്ണിന്റെ ചികിത്സാ രീതിയില്
കണ്ണിത്തിരി മങ്ങി വരുമ്പോഴൊക്കെ ചിലപ്പോ ഡോക്ടർമാരെ നമ്മൾ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെളിച്ചം അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കണ്ണിന്റെ കാഴ്ച ശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് തന്നെ ഈ ഭക്തകവി പറഞ്ഞിരിക്കുകയാണ്, ഭഗവാന്റെ വേലിൽ നിന്ന് വരുന്ന ആ പ്രകാശരശ്മികൾ എന്റെ കണ്ണിന്റെ കാഴ്ചയെ സംരക്ഷിക്കണം, എന്റെ കണ്ണുകളെ സംരക്ഷിക്കണം, എനിക്ക് കാഴ്ച ശക്തി തരണം എന്ന്. വിധി ചെവി ഇരണ്ടും വേലവർ കാക്ക്. ചെവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി തന്നെ. ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ഭഗവാനെ കുറിച്ചുള്ള വിവരങ്ങളും കേൾക്കാനാണ് നമ്മുടെ ചെവി ഉപയോഗിക്കേണ്ടതെന്ന് പറയും. പക്ഷേ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ വിധിവശാൽ ദുഷിച്ച കാര്യങ്ങളും നമ്മുടെ ചെവിയിൽ വന്ന് വീഴുന്നു. ഭഗവാനെ ആ ചെവികളെ വേലവർ കാക്ക്. അവിടെ മുരുകനെ വേലവർ എന്ന് പറയണം. വേലു പിടിച്ചു വരുന്ന മുരുക, നീ ആ ചെവികളെ രക്ഷിക്കണേ. നാസികളിരണ്ടും നൽവേൽ കാക്ക്. നമുക്ക് 2 നാസാരന്ധ്രങ്ങളുണ്ടല്ലോ, ആ 2 നാസാരന്ധ്രങ്ങളെയും ഭഗവാൻ കാക്കണം എന്നാണ് പറയണത്. നൽവേൽ കാക്ക്. നല്ല ഗന്ധങ്ങള് ശ്വാസക്കാറ്റിൽ പോലും ഭഗവാന്റെ നാമങ്ങളായി എനിക്ക് ഉള്ളിലേക്ക് സ്വീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. അതിന് സഹായിക്കുന്ന വേലിനെ നൽവേൽ, നല്ല വേല് എന്ന് പറയുന്നു. പേശിയ വായുധനെ പെരുവേൽ കാക്ക്. പെരുവേൽ എന്ന് പറഞ്ഞാല് വലിയ വേല് എന്നർത്ഥം. പേശിയ എന്ന് പറഞ്ഞാല് സംസാരിക്കുക എന്നർത്ഥം. നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വായിനെ ഭഗവാന്റെ വലിയ വേല് കാത്തരുളട്ടെ എന്ന് പറയുന്നു. നമ്മുടെ വായു കൊണ്ട് നമ്മൾ പല സന്ദർഭത്തിലും ഉപയോഗിക്കുന്ന ചില പദങ്ങള് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അഹിതമായിട്ടൊക്കെ വരാം. ചിലപ്പോ നമ്മൾ അശ്രദ്ധയായിട്ട് സംസാരിച്ചിട്ടും അങ്ങനെ അഹിതമായ വാക്കുകൾ പറയും. ചിലപ്പോൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങനെ പറയേണ്ടതായിട്ട് വരും. എന്നാലേ ആ സാഹചര്യം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മൾ സന്യാസിമാരല്ലല്ലോ. നമ്മൾ ഭക്തിയുണ്ട്, ഭഗവാനെ വിചാരിക്കുന്നുണ്ട്, ഭഗവാനോട് പറയുന്നുണ്ട് കോപം വരരുത്, നമ്മുടെ നാവുന്നൊന്നും വീഴരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ചില സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെ സംസാരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സംസാരിച്ച വായിനെ ഭഗവാൻ കാത്തി രക്ഷിക്കണേ എന്ന് പറയാണ്. നമ്മൾ സംസാരിച്ചിട്ട് വലിയ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പെരിയ വേൽ തന്നെ വേണമല്ലോ, വലിയ വേല് തന്നെ വേണമല്ലോ അതിനെ രക്ഷിക്കാന്. അതുകൊണ്ട് പെരുവേൽ കാക്ക് എന്ന് പറയണം. മുപ്പത്തിരുപൽ മുനൈവേൽ കാക്ക്. നമുക്ക് ഒരു അഡൾട്ട് ആയി കഴിഞ്ഞാൽ, പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ 32 പല്ലുകളാണെന്നാണല്ലോ പറയാ. ആ 32 പല്ലുകളെയും നല്ല കൂർമ്മയുള്ള ഭഗവാന്റെ വേല്, മുനൈവേൽ എന്ന് പറഞ്ഞു. മുന എന്ന് പറഞ്ഞാല് കൂർത്തത് എന്നർത്ഥം. അപ്പൊ കൂർത്ത വേല് ആ പല്ലുകളെ സംരക്ഷിക്കട്ടെ. ചെപ്പിയ നാവൈ ചെവ്വേൽ കാക്ക്. ചെപ്പുക എന്ന് പറഞ്ഞാല് പറയാന്നർത്ഥം. നാവ് കൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. വായ അതിന് സഹായിക്കുന്നുണ്ടെങ്കിലും നാവാണ് വളച്ചിട്ട് നമ്മൾ ഓരോ വാക്കുകൾ പറയണത്. ആ നാവിനെയും ഭഗവാന്റെ വേല് കാത്തിരക്ഷിക്കട്ടെ. ചെവ്വേൽ എന്ന് പറയുമ്പോ ഭംഗിയുള്ള എന്നർത്ഥമുണ്ട്, ചുമന്നത് എന്ന അർത്ഥമുണ്ട്. വേലിനെ വർണ്ണിക്കുകയാണ്. കന്നമിരണ്ടും കതിർവേൽ കാക്ക്. കന്നം എന്ന് പറഞ്ഞാല് കവിൾത്തടം. ഭംഗിയുള്ള കവിൾത്തടം എങ്ങനെയുള്ളതാണെന്നാണ് പറയണത്? കണ്ണാടി പോലെ മിന്നുന്നത്, അരുണിമ ഉള്ളത്, അതായത് ചെറുതായിട്ട് ഒരു ചുമന്ന നിറം ഉള്ളത്. അങ്ങനെയുള്ള കവിൾത്തടത്തിനെ എങ്ങനെയുള്ള വേലാണ് കാത്തിരക്ഷിക്കേണ്ടത്? കതിർവേൽ. പ്രകാശം പരത്തുന്നത്, സൂര്യന്റെ കതിർ, രശ്മി എന്ന് പറയുന്നത് അരുണിമ കലർന്നതാണല്ലോ. അപ്പോ അങ്ങനെയുള്ള വേല് സംരക്ഷിക്കണം എന്നാണ് പറയണത്. മറ്റൊരർത്ഥം പറയുമ്പോഴോ, കതിർവേല് കന്നത്തിനെ, കവിൾത്തടത്തിനെ സംരക്ഷിച്ചാൽ കതിർവേലിന്റെ നിറം, അതായത് ഉദയസൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോ ഉണ്ടാവുന്ന ആ അരുണിമ കവിൾത്തടത്തിലേക്ക് പകർന്നു കിട്ടുമല്ലോ. അപ്പൊ കവിൾത്തടം അതുപോലെ ഭംഗിയുള്ളതാവുമല്ലോ എന്നും ഒരർത്ഥം എടുക്കാം. നമ്മുടെ കവിൾത്തടം അങ്ങനെ ഭംഗിയായി കാത്തരുളണം എന്ന് പറയണ്. എന്നിളം കഴുത്തൈ ഇനിയവേൽ കാക്ക്. ഇനിമൈ
ഇനിയവേൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഇനിമൈ എന്നൊരു വാക്കുണ്ട്. ഇനിമൈ എന്ന് പറഞ്ഞാല് വളരെ ഇമ്പമുള്ളത്, മൃദുവായത് എന്നൊക്കെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള വേൽ വന്നിട്ട് കഴുത്തിനെ കാത്തു രക്ഷിക്കണം എന്ന് പറയാണ്. ഈ ഇമ്പമുള്ള എന്ന് പറഞ്ഞത് എന്താണ്? കഴുത്തിന് എന്താണ് ഇമ്പമുള്ള എന്ന് പറഞ്ഞത്? അതായത് കഴുത്തുനിന്നാണല്ലോ നമ്മുടെ സ്വരം ഉണ്ടാവണത്. നമ്മൾ സംസാരിക്കുമ്പോഴും ഭഗവാന്റെ നാമം ചൊല്ലുമ്പോഴും നമ്മൾ കീർത്തനങ്ങൾ പാടുമ്പോഴും നമ്മുടെ സ്വരം വളരെ ഇമ്പമുള്ളതാക്കി തരാൻ, ആ രീതിയിൽ കഴുത്തിനെ കാത്തുകൊള്ളാൻ ഏത് വേൽ വരണം? ഇനിയവേൽ വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാർബൈ രത്നവടിവേൽ കാക്ക്. നമ്മുടെ മാറിടത്തിലാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിലാണ് രത്നം പോലെ തിളങ്ങുന്ന ഭഗവാന്റെ സ്വരൂപം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള മാർബിനെ രത്നം പതിച്ച വേല് തന്നെ വന്ന് കാത്തിരക്ഷിക്കണം എന്ന് പറയുന്നു. ശേരിള മുലൈമാർ തിരുവേൽ കാക്ക്. മാറിന്റെ അകത്ത് ഹൃദയം, ഹൃദയത്തിനുള്ളിൽ ഭഗവാൻ എന്ന് പറഞ്ഞു. അകത്തുള്ള കാര്യമാണ് സംരക്ഷിക്കണമെന്ന് ആദ്യം പറഞ്ഞത്. ഇപ്പോ നെഞ്ഞിന്റെ പുറം ഭാഗവും സംരക്ഷിക്കണം എന്ന് പറയണ്. നെഞ്ഞിന്റെ ആ പുറം ഭാഗം എങ്ങനെയുള്ളതാണ്? ഷേറിള മുലൈമാർ എന്ന് പറഞ്ഞു. ഇളം എന്നൊരു വാക്ക് വരുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഒട്ടും ശക്തിയില്ലാത്തത്. അങ്ങനെയുള്ള മാറിടം സംരക്ഷിക്കണം. ആരാണ് അത് സംരക്ഷിക്കാൻ വരേണ്ടത്? അതിന് തിരുവേൽ കാക്ക്, ഏറ്റവും പെരുമയുള്ള വേല് വന്ന് കാത്തിരക്ഷിക്കണം എന്ന് പറയണം. തിരു എന്ന് പറഞ്ഞ പെരുമയുള്ള എന്നർത്ഥം. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നോക്കാം. ഭഗവാന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും തീരാത്ത മാതിരിയുള്ളൊരവസ്ഥയാണ്. ഓരോ വരികളും പറയുമ്പോൾ ഓരോ വാക്കിനെ പറ്റിയും നമ്മൾ വിശദമായി പറയുന്ന സമയത്ത് സമയം ഒരുപാട് എടുക്കുകയാണ്. നിങ്ങൾ മുഴുവനായും കാണുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഭഗവത് നാമമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഇതൊക്കെയാണ് ഒരു വലിയ പ്രോത്സാഹനം. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ.